ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ കുറേ നാളായില്ല കണ്ടിട്ട്. വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി പിക്ക് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട് ഋത്തിക്ക് കാറുമായിട്ട് വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട് വിസിറ്റ് ചെയ്ത് അവന്റെ വീടും കാടും പുഴയും നാടും കായലും എല്ലാം കണ്ട് കാണിക്കാവുന്ന അത്രയും തല്ലുകൊള്ളിത്തരം കാണിച്ച് തിരിച്ചു വരിക എന്നതാണ്. പുറത്തെ ചൂടിനും ട്രാഫിക്കിനും കോംപ്ലിമെന്റായി സർക്കാർ നൽകിയ റോഡ് പണി കൂടി ഉണ്ടായതുകൊണ്ട് ഞങ്ങളുടെ യാത്രയുടെ ദൈർഘ്യം ചെറുതായിട്ടൊന്ന് കൂടിയെന്നേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോകുന്നത് കൊല്ലം ചാത്തന്നൂരിലേക്കാണ് സുഹൃത്തുക്കളെ. ഈ ഗേറ്റ് തള്ളി തുറക്കുന്നത് ഇവിടുത്തെ വേലക്കാരനൊന്നും അല്ല, ഇവനാണ് ഞങ്ങൾ പറഞ്ഞ കൂട്ടുകാരൻ. ഇത് ഇവന്റെ വീടാണ്. പേരനന്തൻ. പ്രത്യേകിച്ച് പ്രാരാബ്ദങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അനുയോജ്യമായ ആലോചനകൾ ക്ഷണിച്ചു കൊള്ളുന്നു. ഞങ്ങൾക്ക് മുമ്പ് 2 അവശിഷ്ട അതിഥികൾ അവിടെ എത്തിയിരുന്നു. ഹാർപ്പിക്കിന്റെ പരസ്യങ്ങളിൽ മരിച്ചു പോകാത്ത 2 കീടാണുക്കളെ കാണിക്കത്തില്ലേ, ഞങ്ങളുടെ കൂട്ടത്തിലെ അതുപോലുള്ള 2 കീടാണുക്കളാണ് ഇവർ, സാബ്ജിയും സോൾജിയും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കീടാണുക്കൾ അവതരിപ്പിക്കുന്ന തബല പ്രോഗ്രാമാണ്. പൊക്കി പറയുന്നതല്ല, ഇവന്റെ വീട്ടിൽ എവിടെ തിരിഞ്ഞാലും വാദ്യോപകരണങ്ങളാണ്. നിപ്പ് കണ്ട ഇപ്പൊ വായിച്ചു കളയുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കയ്യിലിരിക്കുന്നത് വയലിനാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഒരു കുട്ടിയാണിത്. തൊട്ടടുത്ത റൂമിൽ ചെന്ന് ഞങ്ങൾ എല്ലാവരും ഞെട്ടി. ഒരു വമ്പൻ ഡ്രം സെറ്റ് തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കയറി ഞങ്ങളുടെ ചെയർമാന്റെ വകയുള്ള ഒരു പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കീടാണുക്കളുടെ കടന്നുവരവായിരുന്നു. പിന്നെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവസാനം ചിരിച്ച് വയറുവേദന എടുത്തപ്പോഴാണ് നിർത്തിയത്. പിന്നെ നമ്മളും ബാൻഡിന്റെ ഒക്കെ പോകുന്നതല്ലേടെ, അതുകൊണ്ട് ഞാനും കയറി കുറച്ചേരം ഷോ ഒക്കെ കാണിച്ചിട്ടാണ് അതിൽ നിന്ന് ഇറങ്ങിയത്. ഇതുകൊണ്ട് ഡ്രംസ് തട്ടുന്നതിനപ്പുറം നമുക്ക് വേറൊരു ബ്രേക്ക് ഉണ്ട്. പിന്നെ കുറച്ചു നേരം കളിയും ബഹളവും ഒക്കെ മാറ്റി വെച്ച് അല്പം ശുദ്ധ സംഗീതം ആസ്വദിക്കാമെന്ന് തീരുമാനിച്ചു. അതൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴാണ് സമയം ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയായെന്ന് പറഞ്ഞത്. എങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാന്നങ്ങ് വിചാരിച്ചു. അല്ല, വിശന്നിട്ടൊന്നും അല്ല കേട്ടോ. അപ്പോഴേക്കും അനന്തന്റെ അമ്മ നല്ല വാഴയിലേക്ക് ഇട്ട് അടിപൊളി ഒരു നോൺ വെജ് സദ്യ റെഡിയാക്കി കഴിഞ്ഞിരുന്നു. ആ പൊരിച്ച മീനൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ട. അവിയലും പരിപ്പും മീൻകറിയും പപ്പടവും ഉള്ള നല്ല അടിപൊളി നോൺ വെജ് സദ്യയായിരുന്നു. ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞ വയറും വാടകയ്ക്ക് അടുത്ത് വന്നിരിക്കുന്ന ടീമുകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ പൊന്നിടാവുവേ, ആ ഇലയൊക്കെ നക്കി വടിച്ചിട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ട. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വിശ്രമം എന്ന പേരിൽ കുറച്ചു നേരം ഇരുന്ന കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് ഞങ്ങൾ നാട് ചുറ്റാൻ ഇറങ്ങി. ഇവിടെ എന്ത് BGM ഇടുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴായിരുന്നു എല്ലാവരും ഇട്ടിട്ട് കോളനിയാക്കി ആ പാട്ട് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. അന്യായ വൈബ്. ഒരു ചിറ നോക്കി പോകുന്നതാണ് ഞങ്ങൾ. എന്തായാലും പാതി വഴി പിന്നിട്ട് ടയേർഡായപ്പോഴാണ് പ്രകൃതി വക ഫ്രീ വാട്ടർ ഗിവ് അവേ നടക്കുന്ന ഒരു സ്പോട്ട് കണ്ടത്. പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് വെള്ളം കുടിച്ച് ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. എന്തായാലും ഒരു വിധത്തിൽ പാടവും വയലോരങ്ങളും മലകളും കാടുകളും കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുടുംബം കലക്കി നിന്ന് വെള്ളം കലക്കുന്നത് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ചിറ. പച്ചപ്പരവതാനി വിരിച്ച പായൽക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഓളം തുള്ളുന്ന ഈ ചിറ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ? അതിമനോഹരമായ ഈ ചിറയുടെ ഒരു ഭാഗത്ത് ഫലഭൂഷ്ടമായ നല്ല തെങ്ങിൻ തോപ്പുകളും മറുഭാഗത്ത് വാഴത്തോപ്പുകളുമാണ്. ഈ നടന്നു പോകുന്നതല്ല, സത്യമായിട്ടും വേറെ ഉണ്ട്. മുന്നോട്ടുള്ള യാത്രക്കിടയിൽ ഒരു വിചിന്തനമായ നിഗൂഢമായ ഒരു വഴി ഞങ്ങൾ കണ്ടുപിടിക്കുകയുണ്ടായി. പോണോ വേണ്ടോ എന്നുള്ള ആശയക്കുഴപ്പത്തിനൊടുവിൽ പോകാമെന്ന് തന്നെ തീരുമാനിച്ച് ഞങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കാണുന്നത്. BGM കണ്ടിന്യൂ. അങ്ങനെ BEd ജീവിതത്തിലെ ഓർമ്മകൾ പങ്കുവെച്ച് ഒരുപാട് തമാശകൾ പറഞ്ഞ് ചിരിച്ചും കുറച്ച് നല്ല നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും പാതി ദൂരം നടന്ന് ടയേർഡ് ആയപ്പോഴേക്കും പ്രകൃതിദത്തമായ മറ്റൊരു കനാൽ സെറ്റപ്പ് ഞങ്ങൾ കാണുകയുണ്ടായി. പിന്നെ അവിടെ ഇറങ്ങി ഒന്ന് ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയത്. എന്തായാലും ഒരുവിധം പോയ വഴിയൊക്കെ പിന്നിട്ട് ജീവനോടെ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ ചെന്ന് കയറേണ്ട താമസം ഞങ്ങൾക്ക് മുമ്പിൽ പലഹാരങ്ങളുടെ അതിമനോഹരമായ ഒരു ശൃംഖല രൂപപ്പെട്ടു.
എങ്കിൽ പിന്നെ ശൃംഖല സൃഷ്ടിച്ച അനന്തൻ ഒരു പെണ്ണ് കാണലായാലോ എന്നായി അടുത്ത ചിന്ത. അങ്ങനെ ചെറുക്കൻ ഓരോ ടാസ്കുകളും വിഷയങ്ങളും കൊടുത്ത് ഇരുത്തി പുഴുക്കിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.